ഇന്ന് കുറച്ച് ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഈ ചാമ്പയ്ക്ക വെച്ച് നമുക്കൊരു അച്ചാറിടാം. ഇത് കൊടുത്തു വിടാനുള്ള അച്ചാറാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ എല്ലാം കഴുകി ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചേക്കുക കേട്ടോ. കഴുകിയൊക്കെ വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ചാമ്പയ്ക്കയുടെ സീസണൊക്കെ കഴിയാറായി. ഇത് ലാസ്റ്റിൽ ഉണ്ടായ ചാമ്പയ്ക്കാണ്. ഒന്നും നോക്കിയിട്ട് കിട്ടിയില്ല. ഒരിടത്ത് ചെന്നപ്പം കുറച്ച് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പറിച്ചുകൊണ്ട് വന്നാൽ, അപ്പം ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞതിന് ഞാനിത് പോയി പറിച്ചുകൊണ്ട് വന്ന് വെച്ചേക്കാണ്. അപ്പോൾ ഇത് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക. വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകണം ഏത് വീഡിയോ ഇട്ടാലും. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ചാമ്പയ്ക്ക കഴുകി റെഡിയാക്കി വെച്ചേക്കുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, നല്ലെണ്ണയ്ക്കകത്താണ് അച്ചാർ ഇടാൻ പോകുന്നത്. ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിയാറായി. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ ഒരു ബ്രൗൺ കളറായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി അത് ഒരുമാതിരി ഒരു കളറ് മാറി. ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഈ വിനാഗിരി നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് തിളയ്ക്കാനിടാം. എണ്ണയും മുളകും ഒക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് കിടക്കുന്നുണ്ടോ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചാമ്പയ്ക്ക അങ്ങിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് വാരി വിതറാം. കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചാമ്പയ്ക്ക ഒന്ന് വാടണം. അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് എന്തൊരു കളറാണെന്ന് നോക്കിക്ക്. അടിപൊളി. കണ്ടാൽ തിന്നാൻ കഴിക്കാൻ തോന്നും. അതേ കളറുണ്ടല്ലേ. അപ്പം നമ്മുടെ അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഉണ്ട്. ഈ അച്ചാറൊക്കെ ഞാൻ 1 മാസത്തിൽ കൂടുതലായി ഈ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതുവരെയും പൂത്തിട്ടില്ല കേട്ടോ. ഈ രീതിയിൽ അച്ചാർ ഇട്ടാലുണ്ടല്ലോ നമുക്ക് മാസങ്ങൾ വരെയും ഈ അച്ചാർ ഇങ്ങനെ ഇരിക്കും. ഇത് കൊടുത്തു വിടാനാണ് ഈ അച്ചാറുകളെല്ലാം.